തസവ്വുഫി വസ്സൂഫി എല്ലാ കിതാബിലും പറയുമല്ലോ. സുഇല സയ്യിദുനൽ ഇമാം ഖുതുബുൽ ഇർശാദ് അൽ ഹബീബ് അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച് അനി സൂഫി വത്തസവ്വുഫ്, എന്താണ് ഈ സാധനം? വമല്ലദീ ഇദാ ഫഅലഹുൽ ഇൻസാനു സുമ്മിയ സൂഫിയൻ, അതുപോലെ ഒരു കാര്യം, ആ കാര്യം ഒരു മനുഷ്യൻ ചെയ്താൽ അവന് സൂഫി എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യം എന്താണ്? ഫഅജാബ റളിയല്ലാഹു അൻഹു ബിഖൗലിഹി, പറഞ്ഞ മറുപടി അസ്സൂഫിയ്യു ഹുവ കമാ ഖാല ബഅദുൽ ആരിഫീൻ, ബഅദുൽ ആരിഫീങ്ങൾ പറഞ്ഞ പ്രകാരം തന്നെ ഞാനും പറയുന്നു. എന്താണ്? അസ്സൂഫിയ്യു മൻ സഫാ മിനൽ ഖദർ വംതലഅ മിനൽ ഇബർ വസ്തഗ്നാ ബില്ലാഹി അനിൽ ബശർ വസ്തബാ ഇൻദഹുൽ ലഹബ് വൽ മദർ എന്നാണ് പറയുന്നത്. എല്ലാ കലർപ്പുകളെ തൊട്ടും അവൻ തെളിഞ്ഞ് ശുദ്ധമാവുക, എല്ലാ കാര്യങ്ങളിലും ഇബറത്ത് കൊണ്ട് നിറയുക, എന്ന് പറഞ്ഞ മാതിരി. അതുപോലെ പടപ്പുകളെയും വിട്ട് അള്ളാഹിനെ കൊണ്ട് ഹിനയുണ്ടാവുക. ദഹബും മദറും, ദഹബ് ഏതാ? പൊന്ന്. മദർ എന്ന് പറഞ്ഞാൽ മണ്ണാങ്കട്ട. അപ്പോൾ പൊന്നും മണ്ണാങ്കട്ടയും എനിക്ക് വ്യത്യാസമില്ലാതെ കണ്ട് അതിൻ്റെ കൈമത്ത് രണ്ടായി കാണൂല. ഇനി അമ്മ തസവ്വുഫുഹുവക്കമാകാല ബഅദുഹും അയ്ളൻ, അതും മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെ ഞാനും പറയുന്നു. അത്തസവ്വുഫുഹുവൽ ഖുറൂജു മിൻ കുല്ലി ഖുലുഖിൻ ദനിയ്യ്, മോശമാണ് എന്ന് പറയപ്പെടുന്ന എല്ലാ സ്വഭാവത്തിൽ നിന്നും അവൻ പുറത്തു വന്നിട്ട് വദ്ദുഖൂലു ഫീ കുല്ലി ഖുലുഖിൻ സനിയ്യിൻ, മഹത്തായ ഖുലുഖിൻ ഇന്നക ഖുലുഖിൻ അലീം എന്ന് പറഞ്ഞ ആ ഖുലുഖിലേക്കുള്ള പ്രവേശനം കിട്ടലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തഖ്ലിയത്തിന് ശേഷം തഹ്ലിയത്ത് എന്ന് പറയാം. വഖദ് വഖഅ ഖിലാഫുൻ കസീറുൻ മിൻ അഹ്ലി തരീഖി ഫി തസവ്വുഫ്, തസവ്വുഫിൻ്റെ വിഷയത്തിൽ തരീഖിൻ്റെ അഹ്ലുകാരുടെ ഒരുപാട് ഖിലാഫുണ്ട്. എത്ര ഖിലാഫ് പറഞ്ഞാലും സംഗതി ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ചുറ്റും മൊത്തം പറഞ്ഞേ ഉള്ളൂ. മാഹുവ വസ്സൂഫിയു, എന്താണ് സൂഫി എന്ന് പറഞ്ഞാൽ? വഹാദല്ലദീ ദക്കർനാഹു മിൻ അഹ്സനിഹി വഅജ്മഇഹി, ഈ പറഞ്ഞ താരീഫുണ്ടല്ലോ, അതെ അബ്ദുല്ലാഹി തങ്ങളുടെ കൂടെ, അതാണ് അതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ടതും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് കൂടിയതുമായ ജാമ്യം മാന്യമായ താരീഫായി പറഞ്ഞത്. അപ്പം ഫമൻ സഫ അഅ്മാലഹു, നേരത്തെ പറഞ്ഞില്ലേ മൻ സഫ മിനൽ ഖദറ തുടങ്ങിയത് സഫായല്ലേ. ഫമൻ സഫ അഅ്മാലഹു വഅഖ്വാലഹു വനിയ്യാതിഹി വഅഖ്ലാഖഹു മിൻ ശവാഇബിദ്ദിയ, അതാണ് ഇത് മൻ സഫ മിനൽ ഖദറിൻ്റെ മാന പറയാൻ പോകുന്നത്. അയാളെ അഅ്മാല്, അയാളെ ഖൗല്, അയാളെ നിയ്യത്ത്, അയാളെ സ്വഭാവം അല്ല ദിയാഇൻ്റെ കലർപ്പിൽ നിന്ന് എന്താക്കി ശുദ്ധമാക്കി. വഖല്ലസഹാ അൻ കുല്ലി ശൈഇൻ യുസ്ഖിതുൽ മൗല, മൗലയായ അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്ത് സാധനമുണ്ടോ അതിൽ നിന്നെല്ലാം അയാൾ മോചിതനായി. വഅഖ്ബല ബിബാതിനിഹി വളാഹിരിഹി അലല്ലാഹ്, ബാത്തില് കൊണ്ടും ബാഹിദ് കൊണ്ടും അള്ളാഹുവിലേക്ക് മുന്നിട്ട്, വഅലാ ത്വാഅതിഹി, അല്ലാഹുവിൻ്റെ താഅത്തിലും മുന്നിട്ട്, മഅൽ ഇറാദി അൻ സിവാ, അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനും അവഗണിച്ചുകൊണ്ട്, വഖത്ഇൽ അവായിഖി ശാഗിലതി അനി തജറുദ് ലിഹാദൽ അംരി, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു നിൽക്കാൻ, തജറുദ്, അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും മുറിച്ചു മാറ്റി, തടസ്സം നിൽക്കുന്ന സകല കാര്യത്തിനെയും എന്തിനാ മിൻ അഹ്ലിൻ വമാലിൻ വശഹബത്തിൻ വഹല്ലിൻ വഅമാന, എന്തല്ലോ ഒഴിവാക്കി. അഹലാവട്ടെ, മാലാവട്ടെ, ഷഹബത്താവട്ടെ, ഹല്ലാവട്ടെ, ഹബന്നഫ്സാവട്ടെ, തടസ്സം നിൽക്കുമെന്ന് കണ്ടാൽ അത് മുഴുവനും മുറിച്ചങ്ങോട്ട് മാറ്റി. അതാണ് വ്യാഖ്യാനി പറഞ്ഞത്. വകാന ജമീഉ ദാലിക മഖറൂനൻ ബിൽ ഇൽമി, ഇപ്പോൾ എടുക്കുന്ന പണിയെല്ലാം ഇൽമിനോട് ചേർന്നുകൊണ്ടായിരിക്കും. ഇൽമില്ലാണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് റഹ്ബാനിയായൊന്നും പറ്റില്ല. ഇൽമിൻ്റെ ബേസ്മെൻറ്റ് വേണം. വത്തിബാഇൽ കിതാബി വസുന്നത്തും വേണം. വഹദീസ് സലഫ് സാലിഹീങ്ങളുടെ മാതൃകയും വേണം. അപ്പോൾ ഫഹുവ സൂഫിയുൽ കാമിൽ, അയാളാണ് കാമിലായ സൂഫി എന്നറിയപ്പെടുന്നത്. വല്ലാഹു അഅലം. ഇതിനേക്കാണ് താരീഫ് വന്നിപ്പം പറയേണ്ടത്. അപ്പോൾ പറഞ്ഞത് സൂഫിയും ഇന്ന് കാണുന്ന സൂഫിയും യാതൊരു ബന്ധവുമില്ല. ഏതിനുള്ള സൂഫി നോട്ടീസിലുമ്പോൾ അയാളെ പോലീസ് കണ്ട വർദ്ധിക്കും. قال بعض المحققين نفعنا الله تعالى بهم, ഇനി താരീഫ് പറയേണ്ടതില്ല.
അസ്സൂഫി ഹുവൽ ആലിമുൽ ആമിലു ബിഇൽമിഹി അലാ വജ്ഹിൽ ഇഖ്ലാസ് എന്ന ഒറ്റ വാക്ക് ചുരുക്കിയത്. സൂഫി എന്ന് പറഞ്ഞാൽ ആരാ? അയാൾക്ക് ഇൽമുണ്ടാവണം, ഇൽമു കൊണ്ട് അമലുണ്ടാവണം, അതിൽ ഇഖ്ലാസും ഉണ്ടാവണം. ഇൽമ് പ്ലസ് അമൽ പ്ലസ് ഇഖ്ലാസ്. അതെ. ഫൗറസഹുല്ലാഹു ഇൽമ മാ ലാ യഅലമു. എന്നിട്ടോ ഇയാള് ഇൽമും പഠിച്ച് അമലും ചെയ്ത് ഇഖ്ലാസുമാക്കിയപ്പോൾ അറിയാത്ത ഇൽമ അല്ലാഹു തആല അനന്തരമാക്കി കൊടുത്തതാണ്. എന്തായി? ഇൽമുൽ ദിറാസത്തും ഇൽമുൽ വിറാസത്തും കിട്ടി. വഅക്റമഹു ബിലിത്തലാഇ അലാ ദഖായിഖി ശരീഅത്തി വഅസ്റാരിഹ. ശരീഅത്തിന്റെ നിഗൂഢമായ മസ്അലകളിലും അതിൻ്റെ അസ്റാറിലും അയാൾക്ക് എത്തിപ്പെടാൻ വേണ്ടി അല്ലാഹു തആല ഇക്റാമാക്കിയിട്ടുണ്ട്. ഹത്താ സ്വാറ അഹദുഹും മുജ്തഹിദൻ ഫി തരീഖ്. അങ്ങനെ എന്താക്കി? ചിലർ തരീഖിലുള്ള മുജ്തഹിദായി മാറിയെന്നാണ്. ഫിഖ്ഹിലുള്ള മുജ്തഹിദ് 4 അല്ല, അതിൽ പിന്നെ ആരും കൈയിടാറില്ല, എത്ര വലിയ ആളായാലും. അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ പോലും എന്താക്കിയില്ല, ഷാഫി ഇമാം എല്ലാം കൂടെ ബിംബിറ്റ് അങ്ങോട്ട് വിട്ടുകൊടുത്തു. പക്ഷെ തരീഖിലുള്ള മുജ്തഹിദായി എന്നാ പറഞ്ഞു. അതിലേക്കാണ് പിന്നെ ഓരോ നേതാക്കന്മാർ ചേർക്കുന്നത്. മദ്ഹബിൽ ഷാഫിയാണ് എന്ന് പറയും പോലെ തരീഖിൽ എന്താക്കും? ഖാദിരിയാണെന്ന് പറഞ്ഞു. കമാ ഹുവ ശഅനുൽ അഇമ്മത്തിൽ മുജ്തഹിദീന ഫിൽ ഉസൂലി വൽ ഫുറൂഇ ശർഇയ്യത്തി. ഉസൂലിയായ കാര്യങ്ങളിലും ഫുറൂഇയായ കാര്യങ്ങളിലും അയിമ്മത്തിന്റെ ഇജ്തിഹാദ് എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ തരീഖിലുള്ള മുജ്തഹിദായി മാറിയുണ്ട്. വൽ അഖ്ലാ, അതുകൊണ്ടാണ് എന്താക്കുന്നത്? ഖാദിരിയ, ഷാദിലിയ, നഖ്ശബന്ദിയ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൽ അഖ്ലാഖി വസ്സിഫാത്തിൽ ഖൽബിയ്യ. പക്ഷേ ഇവരുടെ ഷർത്ത് എന്താണ്? അഖ്ലാഖിലും സിഫാത്തുൽ ഖൽബിയിലായിരിക്കും മാത്രം. വൽ അഹ്വാലി വൽ മഖാമാത്തിൽ ഹഖീഖിയ്യ. അത് നല്ല താരീഫാണ്. അത്തസവ്വുഫ് എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖിനാത്ത് പറഞ്ഞില്ലേ, മോശമായ എല്ലാത്തിൽ നിന്നും പുറത്തു പോയിട്ട് മഹത്തരങ്ങളായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണം. പുറത്തു നിന്നാലും പറ്റൂല. കാല, അതാണ് ഹുസ്നുൽ ഖുലുഖാണെന്ന്. കാല സയ്യിദുൽ ഇമാമു അലി ഇബ്നു ഹസൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫീ കിതാബിൽ ഖിർത്താസ്. ഖിർത്താസ് എന്ന കിതാബിൽ ഇൻദ ദിക്രിഹി മാന തസവ്വുഫ്, തസവ്വുഫിന്റെ മാന പറയുന്ന അവസരത്തിലാണ് പറഞ്ഞ കാലം വഹഖീഖത്തുഹു മിൻ അംറൈൻ. തസവ്വുഫിന്റെ ഹഖീഖത്ത് 2 കാര്യത്തിലാണ്. വഹുമാ എതിലാണ്? ഒന്ന് സലാമത്തു സദർ, 2 സഖാബത്തു നഫ്സ്. സലാമത്തു സദർ ഏതാണ്? കൽബിൽ കൽബിൻ സലീം എന്ന് പറഞ്ഞില്ലേ. അബദിയ ഇല്ല, ഉജ്ബില്ല, ഹസദില്ല, കിബറില്ല, ഹുബ്ബുദ് ദുനിയയില്ല, ഹുബ്ബുൽ മാലില്ല, ഹുബ്ബുദ് മറ്റേന്താന്ന് പറയാ, സിയാദത്തില്ല. എല്ലാം സഖാവത്തു നഫ്സ് എന്ന് പറഞ്ഞാൽ നഫ്സ് തന്നെ അല്ലാഹു തആല ദാനം ചെയ്യും. സഖിയാബലി മാ നാലൽ ഔലിയാഉ മാ നാലൂഹു. ഔലിയാക്കൾ കരസ്ഥമാക്കിയൊന്നും കരസ്ഥമാക്കിയിട്ടില്ല. ബികസറത്തി സ്വലാത്തിൻ വലാ സിയാമിൻ. കുറേ അധികം നോമ്പ് നോറ്റത് കൊണ്ടോ കുറേ അധികം നിൽക്കിട്ടുണ്ടല്ലോ ഇവർക്കല്ലേ, അല്ലേ? വഇന്നമാ നാലൂഹു ബിസലാമത്തി സുദൂർ വസഖാവത്തി നുഫൂസ്. ഇത് 2 കൊണ്ടാണ് കിട്ടുന്നത്. മിലാഖുഹു. ഇനി അതിന്റെ മിലാഖത പണ്ടേ മിലാഖ് പറയുന്നുണ്ടല്ലോ. ഞാൻ ഈ തസവ്വുഫ് ആൻഡ് മിലാഖ് ഫി അംദിൻ വാഹിദിൻ. അതിന് ഒരു കാര്യമാണ് വേണ്ടത്. എന്താ? ഹുസ്നുൽ ഖുലുഖ് എന്നതാണ് വേണ്ടത്. വഖദ് ഖാലു അത്തസവ്വുഫു കുല്ലുഹു ഖുലുഖുൻ ഹസൻ. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ മുഴുവനും ഖുലുഖുൻ ഹസനാണ്. ഫമൻ സാദ അലൈക ഫീ ഹുസ്നുൽ ഖുലുഖി. ഹുസ്നുൽ ഖുലുഖിൽ എനിക്ക് ഒരാൾ അധികം തന്നാൽ സാദ അലൈക ഫി തസവ്വുഫി തന്നു എന്ന് പറയാം. ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ മജ്മൂഉൻ ഫീ സലാസത്തി അഷ്യാ, 3 കാര്യത്തിൽ ഒതുക്കാം. എന്താണ്? ഒന്ന് കഫ്റുൽ അദാ, നമ്മളെ കൊണ്ട് ആർക്കും ഒരു ശല്യവും വേണ്ടാന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുക. അപ്പോൾ ബദലുന്നത, അതുപോലെ നിന്റെ കൈമിൽ വല്ല ഔദാര്യം കൊടുക്കാനുണ്ടോ അത് കൊടുക്കുക. അപ്പോൾ തലാഖത്തുൽ വജ്ഹ്, എല്ലാവരോടും തലാഖത്തുൽ വജ്ഹ് ഉണ്ടാകുക. അസ്സലാമു അലൈക്കും, അത് സുന്നത്താണ്. അത് എന്താന്ന് പ്രത്യേക അലാമത്താന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വലിയ ഇഖ്ലാസുള്ള പാർട്ടിക്കാരനാണെന്നുള്ളതിന് തെളിവാണ്. തലാഖത്തുൽ വജ്ഹ് നമ്മളിപ്പോൾ എത്ര കണ്ടില്ലേ? 5-10 സ്ഥലത്ത് പോയപ്പോൾ റോട്ടുമ്മലേക്ക് ഇറങ്ങി സ്വാഗതം ചെയ്യാൻ വേണ്ടി വരും. എന്നിട്ട് ചെരുപ്പ് വരുമ്പോൾ ചെരുപ്പ് തൂക്കലാണ്. നമ്മൾ മത്സരിക്കും, അതിനോട് വിടൂല, നിങ്ങളുടെ വൈഫാന്നും പറഞ്ഞിട്ട്. അതെ, എല്ലാം തന്നെ
ഓറ അവർ ഉപയോഗിക്കുന്ന തരീക്കത്തിൽ നിന്ന് ഓറ ശുദ്ധമാക്കിയിട്ട് കടഞ്ഞെടുത്തിട്ട് ഖാലിസ സ്വർണമാക്കി മാറ്റിയവരൊക്കെ ഇന്ന് നോക്കുമ്പോൾ അവരാധം കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ മറ്റവരെ ലേനത്ത് ചെയ്യലല്ല. ഓരോട് കൂറില്ലാത്ത ആൾക്കല്ല ലേനത്ത്. അത് ഓറാതിപ്പെട്ടാന്നില്ല. ഇതിപ്പം മഹബത്തുണ്ടെന്നാ പറയല്ലേ. നാളെ പറഞ്ഞില്ലേ മാവിയ തങ്ങളെ ചീത്ത പറയല്ല ഓറാതാക്കി മാറ്റി. ഇത് കാണും പറഞ്ഞാൽ തന്നോലും ഹുസൈൻ റളിയല്ലാഹു ഫാത്തിമ ബീബിന്റെ മോനല്ലേ. ഫാത്തിമ ബീബി എന്ന് പറഞ്ഞാൽ നമ്മളെ കരളിന്റെ കഷ്ടമെന്ന് പറയും അല്ലേ. ഹുസൈൻ തങ്ങളാരാ കൊന്ന വിധത്തിന് സിയാദ് പട്ടാളത്തലവൻ. അതാരതാണ്? യസീദിന്റെ വാപ്പയാരാന്ന്? മുആവിയല്ലേ മകനെ ജന്മം കൊടുത്തത്? അവരല്ലേ പട്ടാളത്തിലുണ്ടാക്കിയത്? അവരല്ലേ ഹുസൈൻ തങ്ങളെ കൊന്നത്? അതുകൊണ്ട് മാമിനെ വിട്ടത്. അപ്പം എനിക്കൊരു ഓർമ്മ വന്നേ പറഞ്ഞു. ഈ സ്പീക്കർ വിരോധം കഴിഞ്ഞ കാലത്ത് പറഞ്ഞ് ഈ പെയ്യും കടിച്ചാക്കുന്ന ഇതല്ലേ ഇങ്ങനെ ഇതല്ലേ പെയ്യും കടിച്ചു പോവും. അവരെ നിൽക്കാനൊന്നും ശരിയല്ല. എന്താന്ന് ഈൻ്റെ തല പോയിട്ട് അവിടെ കുത്തി ആംബുളിഫാനിൽ കുത്തി. ആംബുളിഫാനിൻ്റെ വയറവിടെ കുത്തി കുത്തി പ്ലഗിൻ്റെ വയറവിടെ പോയി മെയിൻ സ്വിച്ചിലേക്ക് പോയി. മെയിൻ സ്വിച്ചിൽ നിന്ന് ലൈനയെ കൂടി വന്നിട്ട് അവിടെ നിന്ന് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് പോകും. ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെ നായി ഇങ്ങനെ മൂത്രം വീഴുന്ന കണ്ടിട്ട് അപ്പോൾ തൊട്ടോറും തുടപ്പെട്ടോറും നിസ്കാരം മനസ്സിലായി. നെ കൊന്നതാര്? യസീദിന്റെ പട്ടാളം. യസീദിന്റെ മരണത്തിനാല് യസീദിന്റെ ബാപ്പ മാവിയ സഹാബിയാണ്. അവിടെ മാവിനെ വിട്ടാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പഠിപ്പ്. ഇപ്പൊ വിചാരിക്കാത്തൊന്നുമല്ല. നമ്മൾ ലോകത്തേക്ക് തിരിഞ്ഞിട്ടാണ് വെലിക്കത്ത് പോകുന്നത്. വെലിക്കത്ത് ثم نقل عن سيد طائفة الجنيد بن محمد رضي الله عنه മൂപ്പർ പറഞ്ഞു മബ്ന തസവ്വുഫ് അലാ അഖ്ലാഖിൻ സമാനിയ. തസവ്വുഫിന്റെ അടിക്കലുണ്ടല്ലോ, അടിത്തറ, അത് 8 ഖുലുഖിന്റെ മുകളിലാണ്. എങ്ങനത്തെ ഖുലുഖാണ്? തഖല്ലഖ ബിഹാ മിനൽ അംബിയായി സമാനിയത്തുൻ. അംബിയ മുർസലീങ്ങൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ 8 നേതാക്കന്മാർ അതുകൊണ്ട് ഖുലുഖുള്ളവരായിരുന്നു. ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദാനധർമ്മം, ഒരു റസൂലില്ലേ. ഇസ്ഹാഖ് അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത ദില. 2 വസ്സബ്റുലി അയ്യൂബ് അലൈഹിസ്സലാമിന് കൊടുത്ത സബർ. വൽ ഇശാറത്തുലി സക്കരിയ അലൈഹിസ്സലാമിന്റെ ഇശാറത്ത്. അത് സംസാരിക്കില്ല ഇല്ല എന്താ അല്ലാ തുകല്ലിമന്നാസ ഇല്ല റംസ എന്ന് പറഞ്ഞു. സംസാരം ഒന്നുമില്ല. പിന്നെ വൽ ഗുർബത്തു ലിയഹ്യ അലൈഹിസ്സലാമിന്റെ ജനങ്ങളെയും വിട്ടിട്ട് അകൽച്ച. പിന്നെ മൂസ അലൈഹിസ്സലാമിന്റെ സൂഫ് ധരിക്കൽ. വസിയാഹത്തു ലീസ അലൈഹിസ്സലാമിന്റെ സിയാഹത്ത്. മസീഹ് എന്നവർക്ക് സ്ഥാനം പരികിട്ടിയില്ല. والفقر لسيدنا محمد صلى الله عليه وعليهم وسلم أجمعين. 8 അമ്പിയാക്കൾക്കുള്ള അവർ ഖവാസ് കൊണ്ടുണ്ടായിരിക്കണം. وقال الجنيد أيضا പറയുന്ന 4 ترفع العبد إلى أعلى الدرجات. 4 കാര്യം ഒരാളിലുണ്ടായാൽ ഒരു അബ്ദിനെ പിടിച്ചിട്ട് എവിടത്തേക്ക് ഉയർത്തും? അഅല ദറജാത്തിലേക്ക് ഉയർത്തും. വൈൻ കല്ല അമൽ കുറഞ്ഞോട്ടെ. ഇതിനുണ്ടോ 4 കാര്യം. ഇൽമ് പറഞ്ഞാൽ എന്താ? ഒന്നെന്താ? അൽ ഹിൽമ്. 2 തവാദുഅ്. 3 സഖാഅ്. 4 ഹുസ്നുൽ ഖുൽഖ്. ഈ 4 ഉണ്ടായാൽ ഇൽമ് കുറഞ്ഞാലും അമല് കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. ഉന്നതമായ ദറജാത്തിലേക്ക് ഉയർത്തും. ഇതിന്റെ മജ്മുഅാണ് തസവ്വുഫ് എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾ കട്ടൻ ചാവടിക്കലല്ല. തസവ്വുഫ് ബിജ്ഹത്തുൻ ഇലൽ ഹഖ് വബിജ്ഹത്തുൻ ഇലൽ ഹഖ്. തസവ്വുഫ് 2 ബിജ്ഹത്തുണ്ട്. ഹക്കിലേക്കുള്ളതുണ്ട്, അതുപോലെ ഖൽഖിലേക്കുള്ളതുണ്ട്. قال الإمام الغزالي رضي الله عنه اعلم أن التصوف له خصلتان. തസവ്വുഫിന് 2 ഖസ്ലത്തുണ്ട്. ഒന്ന് അൽ ഇസ്തിഖാമത്തു മഅല്ലാഹി തആല. അല്ലാഹുവോടൊപ്പമുള്ള ഇസ്തിഖാമത്താണ് ഒന്ന്. അപ്പം എന്തായി? തവജ്ജുൻ ഇലൽ ഹഖ്.
വസ്സുകൂന മഅൽ ഖൽഖി, അതോടെ പടപ്പുകളോടൊപ്പം സുക്കൂൻ എന്ന് പറഞ്ഞാലോ ഫമനിസ്തഖാമ മഅല്ലാഹി വഹസന ഖുലുഖഹു ബിന്നാസി. ഓക്കെ, അള്ളാഹിനോടൊപ്പം ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച് പടപ്പുകളോട് എന്താക്കി അവൻ്റെ ഖുലുഖ് നന്നായാൽ വആമലഹും ബിൽ ഹിൽമി, ഹിൽമ് കൊണ്ട് അവരോട് പെരുമാറണം. നേരത്തെ പറഞ്ഞില്ലേ ഹിൽമ് തമാദു എന്ന് പറഞ്ഞു. ഫഹുവ സൂഫിയ്യുൻ, അപ്പോൾ അവന് കിട്ടുന്ന പേരാണ് സൂഫിയ്യ് എന്ന് പറഞ്ഞത്. വൽ ഇസ്തിഖാമത്തു മഅല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ നല്ല പിത്തം തിരിയേണ്ടത്? അത് അൻ യഫദിയ ഹല്ല നഫ്സിഹി ലിനഫ്സി ഗൈരിഹി, ഇവന്റെ നഫ്സിനൊരു ഹല്ലുണ്ട്, അതെന്താക്കുക ഇല്ലായ്മ ചെയ്യുക, പിത കൊടുക്കുക. ആർക്ക് വേണ്ടി? മറ്റൊരാളെ നഫ്സിന്റെ ആവശ്യത്തിന് വേണ്ടി. അതാ വഹുസ്നുൽ ഖുലുഖി ബിന്നാസ് എന്ന് പറഞ്ഞില്ലേ, ജനങ്ങളെ കൊണ്ടുള്ളത്. അല്ലാ തഹമിലന്നാസ അലാ മുറാദി നഫ്സിക, നിന്റെ നഫ്സിന്റെ മുറാദ് കരസ്ഥമാകാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. അതേ അവസരത്തിൽ ബൽ തഹ്മിലു നഫ്സക അലാ മുറാദിഹിം, ജനങ്ങളുടെ മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി എന്താകണം? നിന്റെ നഫ്സിനെ പ്രേരിപ്പിക്കുക. പക്ഷേ മാലം യുഖാലിഫു ശറഇനെതിരെ വരാത്ത കാലത്തോളം. ഇത് ചെറിയ പണിയാന്നാ വിചാരിക്കുന്നു. അതാദ്യം പറഞ്ഞില്ലേ? അതെ, അയ്യഫലിയ ഹല്ല നഫ്സിഹി, ഇവന്റെ നഫ്സിന്റെ ഹല്ലിനെ ഇല്ലായ്മ ചെയ്യുക. ഇവന്റെ വേണ്ടി ഗൈറിന്റെ നഫ്സിന്റെ വേണ്ടി, ഗൈറിന്റെ നഫ്സിന്റെ അല്ലാഹു തആലയുടെ കൽപ്പനയ്ക്ക് വേണ്ടി. അപ്പൊ എനിക്ക് സ്വന്തം താല്പര്യമില്ല, അള്ളാന്റെ താല്പര്യം മാത്രം. അതായില്ലേ? قال معروف الكرخي رضي الله تعالى عنه, ആരാണത്? അലമുൽ സുഹാദ്, സുഹാദിങ്ങളുടെ തലവനാണ്. ബറകത്തു അസ്രിഹി അബൂ മഹ്ഫൂൽ മഅറൂഫ് അൽ കർഖി അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, വഫാത്ത് 200-ലാണ്. കുറേ മുമ്പേ. قال إبراهيم الحربي رضي الله عنه قبر معروف الترياق المجربون, മഅറൂഫുൽ കർഖിയുടെ ഖബറ് വലിയ മേത്ര മരുന്നാണ് എന്നാണ്. ഇതില് ഹിജാബത്തി ദുആ ഉണ്ട്, അവിടെ വെച്ച ദുആ എന്ന ദുആ ഹിജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ മുജറബായ മരുന്ന് കുടിച്ച മാതിരി ഉണ്ടാവുന്നു. അപ്പൊ ഖബറിന് മഹത്വം ഉണ്ടെന്ന് തോന്നുന്നില്ല. സാഹിബുൽ ഖബറിന്റെ മഹത്വം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. മരിക്കലോടുകൂടി അള്ളാഹുവിന്റെ ബന്ധം മുറിഞ്ഞതാ. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ബന്ധം സ്ഥാപിച്ചത് 40 കൊല്ലം ഉറപ്പ് കഴിഞ്ഞിട്ട്. അത്തസവ്വുഫ് എന്ന് പറഞ്ഞാൽ അൽ അഖ്ദു ബിൽ ഹഖായിഖ്, ഹഖായിഖ് എന്ന് പറഞ്ഞാൽ ഈ സുഹദ്, തഖ്വ, തവക്കുൽ, ശുക്ർ എന്നൊക്കെ പറയുന്നത് ആ പേരിന്റെ അഡ്രസ്സ് മാത്രം ഉണ്ടായാൽ പോരാ, അതിന്റെ ഉള്ളിലുണ്ടാവില്ല ഒരു കാതലി. അത് മുന്നിലുണ്ടാവും. മറ്റേത് പുറം അഡ്രസ്സല്ലേ, ഈ സ്റ്റിക്കർ ഒട്ടിച്ചാല് എല്ലാം മാറ്റിയെടുക്കാല. ഇന്ന് ഡേറ്റ് കഴിഞ്ഞ് വന്ന് മരുന്ന് എന്താക്കാന് സ്റ്റിക്കർ പുറത്ത് കളഞ്ഞിട്ട് 5 കൊല്ലം നോക്കിയിട്ട് വേറെ സ്റ്റിക്കർ ഒട്ടിക്കും. അപ്പൊ ഈ മരുന്നിൽ 5 കൊല്ലം കൂടെ അയച്ചു വെച്ചു. പക്ഷെ അവിടെ ഹഖായിക്കില്ല. നീ സാഹിദാണ്, മുതവക്കിലാണ്, ഷാക്കിറാണ് എന്ന് പറയുന്ന ഈ ഓരോ കാര്യങ്ങളിലും അതിന്റെ ഹഖായിക്ക്, അതിന്റെ കാതൽ ഇതിലുണ്ടായിരിക്കണം. നാമമാത്രമായിട്ട് പോരാ. അതുപോലെ വൽ ഇയാസു മിമ്മാ ഫി ഐദിൽ ഖലായിഖ്, പടപ്പുകളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നുള്ളത് നിരാശപ്പെട്ടേക്കുക. ഒന്നും കിട്ടണ്ട. ഒരു ഇരിക്കാൻ വേണ്ടി കസേരയും തരണ്ട. പള്ളിയിലെ കത്തിക്കല്ലേ, അതിന്റെ സാധനം കാണുന്നില്ല, ഓറെന്തുകൊണ്ടടിച്ചല്ലേ, ഓരോ ടിക്കറ്റ് എടുത്തില്ല ഒറ്റ ഓർക്ക് കുറച്ച് സീറ്റ് വെറുതെ കിട്ടിയല്ലോ. എല്ലാം സംഭരണം ഉണ്ടാ. സ്ത്രീകൾ, പുരുഷന്മാർ, ഹതീച്ച, കാളിയാർച്ച, മുക്കിർച്ച സംഭരണം ഉണ്ടാ ബസ്സിൽ. അവിടെ നമ്മളെ പള്ളിയിൽ ഒരു മുലർച്ചനെ അനുസരിച്ച് ആ നാട്യത്തേവാട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വരാൻ കഴിയൂല. അപ്പം എന്താക്കി കാര്യം അന്വേഷിക്കാൻ പോയി. എന്നുവെച്ചും പറഞ്ഞ് അവിടുത്തെ കാളിയാർച്ച കമ്പിയും പിടിച്ച് തൂങ്ങിയിട്ട് പയങ്ങാടി വരെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ കാളിയാർച്ചയുടെ കീഴിലുള്ള മുതിരിസ്റ്റാക്കിന്റെ ചീട്ട് സാക്ഷി പിന്നെ എന്തായിരിക്കും അതിൽ ഊഹിച്ചു പോയി. ഔലാഖിയാസ് ഇതന്നെയല്ലേ ഞാനും വഹിക്കണ്ടേ. ഞാൻ പറഞ്ഞേ അവിടെ കൊണ്ട് ഓടുന്ന ബസ്സിൽ സ്ത്രീകൾ എന്നുള്ള സംവരണ സീറ്റുണ്ട്, അന്തന്മാരുണ്ട്, വികലാംഗരുണ്ട്. അതല്ലോ കാതിയാർക്ക് ഇതിലൊന്നും പൊട്ടിട്ടില്ല. പെണ്ണ് കാതിയാർക്കല്ല, പിന്നെ വികലാംഗനുമല്ല.
കണ്ടക്ടറും ഇല്ല. പക്ഷെ നാടൻ ബസ് കണ്ടക്ടർ സീറ്റ് പറയില്ല, ആ സ്റ്റേറ്റിലേ ഉള്ളൂ. അതെ, ഇതൊന്നിലും പെടാത്തോണ്ട് സംവരണവും ഇല്ല. ഇനിയിപ്പം മുതലീസ് എന്നുള്ള ഒരു സംവരണം ഇനി വരും തോന്നുന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ നിൽക്കില്ല, ഞാൻ വരുന്നില്ല. ഇനി സംവരണമുള്ള നാട്ടിലേക്ക് പോയിക്കോട്ടെ, എന്തെല്ലാം അതാ പറഞ്ഞു. പടപ്പുകളെ കൈമൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കൽ ആശ അങ്ങോട്ട് മുറിഞ്ഞെന്ന് പറഞ്ഞു, ഒന്നും കിട്ടൂല. قال الشيخ زكريا الأنصاري رضي الله عنه ونفعنا به في شرح الرسالة. رسالة القشيري കുറേ ശുറൂഹുണ്ട്, അത് പ്രസിദ്ധമായ ഷറഹാണ്. ഇത് സക്കറിയ അൻസാരി തങ്ങൾ എഴുതിയ ഷറഹ്. അതിന്റെ പേര് ഇഹ്കാമുദ് ദലാല അലാ റിസാല. ഖുശൈരി ഇമാമിന്റെ വേറെ ഷറഹുണ്ട്, പ്രാവശ്യം പോയപ്പം സാനി വന്നില്ല. അതിന് ഹാഷിയുണ്ട്, നതാജുൽ അഫ്കാർ ഖുദ്സിയ്യ, ലോകപ്രസിദ്ധമായ ഷർഹാണത്. അതാ മൂപ്പറെന്ന് പറഞ്ഞ ഇത് മാറൂഫുൽ കർഹ് പറഞ്ഞതിന് വ്യാഖ്യാനം കൊടുക്കും തൈലീൽ എന്നിട്ടുണ്ടപ്പ. മാറൂഫുൽ കർഹ് പറഞ്ഞു അത്തസമുഫ് അൽ-അഖ്ദു ബിൽ ഹഖായിഖ് വല്ലിയാത്തു മിമ്മാ ഇദിൽ ഖലായിഖ് എന്ന് പറഞ്ഞു. അന്ന് സക്കറിയ അൻസാരി റളിയല്ലാഹു അൻഹു അതിന് തൈലീൽ കൊടുക്കുന്നത് لأن من عرف الله تعالى وعلم أن لا ضار ولا نافع ولا معطي ولا مانع غيره. ഒരാള് അല്ലാഹു തആലാനെ പറ്റി അറിഞ്ഞു, എന്നിട്ടോ എന്താ അറിഞ്ഞത്? ലാറ് നാഫിഅ് കൊടുക്കുന്നോന് ബലങ്ങുന്നോന് ഗൈറ് ഇല്ല എന്ന് തിരിഞ്ഞു അല്ലേ. പിന്നെ ഉപകാരം ഇല്ലാത്തതിലേക്ക് പിന്നെ എന്തിനാ പോകുന്നത്? അതാണ് ഇത് രണ്ടാമത്തെ പറഞ്ഞത്. ഇയാസ് ഇനിയോ ഹഖായിഖ് കൊണ്ട് മുറുകെ പിടിക്കുകയും ചെയ്തു. അപ്പൊ അപ്പൊ അതിനാൽ ഉണ്ടായിത്തീരും അൽ ഇയാസു മിമ്മാ ഫി ഐദിൽ ഖലായിഖ്. പടപ്പുകളെ മക്കളിൽ നിന്ന് കിട്ടുന്നതിന് തൊട്ട് ഇയാസങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. അല്ലാഹു തആലാന്റെ മേലല്ലാതെ അയാൾക്ക് ഒന്നിന്റെ മേലും ഏറ്റിമാത് ഉണ്ടായിരിക്കില്ല. അതിനല്ലേ എന്തും പറഞ്ഞത് ഹൽക്കം മാടില്ല തഖവലില്ലാഹി വത്തിബാഉൻ വതില്ലാഹു അൻഹു. പിന്നെ തഖവലില്ലാഹി വത്തിബാഉൻ വതില്ലാഹു അൻഹു അർജു ഇലല്ലാഹി തആല. പിന്നെ ഹൽക്കം വരുന്ന ജനങ്ങളെ ആട്ടിപ്പായിക്കലുന്നല്ല അതിൻ്റെ വായന. ഒരു ചോറിനെടുക്കാൻ പോലെ ആട്ടിപ്പായിക്കാൻ പോലെ അങ്ങനെ ഉണ്ടാകും. അപ്പൊ ഒന്ന് ആരോ ഇങ്ങനെ ആട്ടിപ്പായിക്കണമെന്ന് പറഞ്ഞു ഭയങ്കരോ ചാട്ടമാർ വെച്ച് വരണമെന്നാ. ഹൽക്കം വരുന്ന ഇതന്നെ ലാറില്ല നാഫിയല്ല എന്നെ കണക്കത്തൊരു പടത്ത് തന്നെ അദ്ദേഹവും ഇഷ്ടക്കാർ. എനിക്കെന്തെല്ലാം ഇഷ്ടക്കാരുണ്ട് അതല്ല അയാൾക്കുണ്ട്. പിന്നെന്താ ഉണ്ടാല് നമ്മളതിനാ കാണാൻ കുറച്ച് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സാധനം ചെയ്യുമ്പോൾ ഉണ്ടായിന്ന് വരാം അല്ലേ. അതിന് വേണ്ടിയാണോ അദ്ദേഹത്തിന് ഇലാഹാക്കുന്നത്? അതിനാണോ തിരിച്ചാക്കിയെങ്കിലും നോക്കുന്നത്? അല്ലെങ്കിൽ അയാളല്ലാത്ത അതിനെ കാണാൻ മേത്തൊരൊന്നിപ്പുറം ഉണ്ടായിപ്പോയെ. അപ്പൊ അയാൾ നമ്മൾ ഇലാഹാക്കണ്ടേ? وقال سيدنا القطب الحبيب عبد الله بن علوي الحداد رضي الله عنه في تثبيت الفؤاد البرن طرق التصوف. തസവ്വുഫിന്റെ തരീഖുകൾ വൈൻ തഅദ്ദദത എന്ന ധാരാളമുണ്ട്. ഇത് പറഞ്ഞപ്പോലെ വർഷം ദേഷ്യം പിടിച്ച ഇങ്ങനെ സാധനീയ കാലത്ത് എന്തുണ്ടെങ്കിൽ കഴിഞ്ഞാലും അതിൽ അഡ്രസ്സ് മാത്രമാണോ എന്നേ സാധനം ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചിലക്ക് ദുഷിച്ചില്ല. അവിടെ കണ്ടില്ല ആൾക്കാരുടെ മാറ്റിയില്ല. അഞ്ചോക്കിട്ട് കാസർഗോഡ് സാറ്റിയായി കൊച്ചിപ്പത്തുനിന്ന് എന്താക്കി വേറൊന്നായി ഇനിപ്പത്തുനിന്ന് മറ്റൊന്നായി ഇനിയിപ്പത് ഇങ്ങനെ പെരുന്നൽ മണ്ണ് വെച്ചിട്ട് ഒരു 10 ഡിഗ്രി കരസ്ഥമാക്കി. പിന്നെ ആകെ ഓതി കിട്ടാവുന്ന ആടുകളുടെ സഹിൽ ബുഖാരി തന്നെ ഇരുന്ന് ഓതിയത്. ആടെന്നുള്ള മഹല്ലി കിതാബ് തന്നെ ഇവിടെ ഓതിയത്. അവിടെയുള്ള തുഹഫ് തന്നെയാണ് ഇവിടെ ഓതിയത്. ചുരുക്കത്തിൽ ബിരുദ് കറിയിട്ടില്ല, ഒന്നേ ഉണ്ട്. ഇന്ന് വെച്ചെടുക്കാൻ പറയാതെ അത് കൈകാര്യം ചെയ്യുന്ന നേതാക്കളെ പേരുകളിലേക്ക് പേരറിയപ്പെട്ടു എന്നല്ലാതെ കണ്ട് സാധനം എന്താന്ന് ഒരൊറ്റൊന്ന് തസവ്വുഫ് കിതാബ് വായിക്കാത്തോണ്ടാണ്.
ഫിഖിലും മറ്റൊക്കെ എന്താകും ഉസൂലിലും ചില കാര്യങ്ങളിൽ എന്തൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതും പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. അത് അസീമത്ത് എടുക്കണമോ റൊക്സ് എടുക്കണമോ എന്നൊരു തർക്കം വന്നു കഴിഞ്ഞാൽ അസീമത്തിന്റെ ഹലുകാർക്ക് അസീമത്ത് എടുക്കണം, റൊക്സിന്റെ ഹലുകാർക്ക് റൊസി എടുക്കണം. എപ്പോഴും റൊക്സ് എടുക്കലുണ്ടാ, എപ്പോഴും അസീമത്ത് എടുക്കലുണ്ടാ. എണ്ണാൻ ധാരാളം ഉണ്ടെങ്കിലും തരീഖത്തും വാഹിദ, ഒറ്റ തരീഖത്ത് മാത്രമേ ഉള്ളൂ. ഇത് മുജാഹദത്തുൻ നഫ്സി വൽ ഖുറൂജു മിൻ കുല്ലി മാ തദ്ഉ ഇലൈഹി. നഫ്സിനോടുള്ള മുജാഹദ, നഫ്സ് എങ്ങോട്ട് ക്ഷണിക്കുന്നുവോ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുക എന്ന ഒരൊറ്റ നിർത്താൻ ഒരൊറ്റ തരീഖയുണ്ട്. പക്ഷെ ഇത് പറയാൻ എളുപ്പമുണ്ടെങ്കിലും നടപ്പിലാക്കാൻ വളരെ പ്രയാസമുള്ള സംഗതിയാണ് എന്ന്. قال الشيخ سيدنا أبو الحسن الشاذلي رضي الله عنه ليست الطريقة بالرهبانية ولا بأكل الشعير والنخالة. കുറെ റഹ്ബാനി കോലം കെട്ടലുണ്ടല്ലോ, പരദേശിക്കോല, അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിലും മറ്റു കുറെ കോലങ്ങൾ, അതൊന്നും തെരക്കത്തല്ല. മറ്റൊന്നോ അയാള് തൊലിക്കോതമ്പേ തൊന്നുള്ളുപ്പ, അയാളെ കാതൽ ചാടിയിട്ട് ഒമ്മിയാന്ന് പോലും തിന്നല് നുഹാലത്ത്, അതൊന്നും എല്ലാടും കഴിക്കത്ത്. വൈന്നമാഹി ബിസ്സബരി വൽ യഖീനി വൽ ഹിദായ. മൂന്ന് മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ പറ, സബറുണ്ടോ, യഖീനുണ്ടോ, ഹിദായത്തുണ്ടോ. വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംദിനാ وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. ഈ ആയത്തിൽ കാണാം അതൊക്കെ വ്യാഖ്യാനിച്ചിട്ട്. അയിമത്താക്കി യഹ്ദൂന ബിഅംദിന, അത് ഫിഅലുൽ ഖൈറാത്ത്, ഇഖാമുസ് സ്വലാത്ത്, ഈതാഉസ് സക്കാത്ത്, അല്ലാഹുവിന് മാത്രമുള്ള ഇബാദത്ത്. ഇതല്ലേ ഈ ആയത്തിന്റെ ആ മദ്മൂനിൽ പട്ടാ കിട്ടുന്നു. എന്നല്ലാണ്ട് ഉമ്മി തിന്നുകൊണ്ടോ അല്ലെങ്കിൽ തൊലിക്കോതമ്പ് തിന്നുകൊണ്ടോ കട്ടൻ ചായ കുടിച്ചുകൊണ്ടോ പാലോയ്ക്കാണ്ട് സാഹിതായിട്ട് അതൊന്നല്ല. ഒറ്റവാക്കി തുടങ്ങി. ഇപ്പൊ ഇന്ന് നടക്കുന്ന തരീഖത്തിന്റെ റൂട്ടിലല്ല സഞ്ചാരം എന്ന് മൂപ്പർ പറഞ്ഞൊരു ബാത്തിൽ മുഴുവൻ അടങ്ങിയില്ലേ. പറയപ്പെട്ട ചില കൗലുകൾ പറയുന്നു. അതിന്റെ പ്രാരംഭ രംഗം ഇൽമാണ്. ഇൽമ വിട്ടാൽ പിന്നെ എന്ത് വേണം? അത് അമലാകണം. പിന്നെ അതിനുശേഷം അല്ലാഹു തആല ഓശാരമായിട്ട് പല അഹ്വാലുകളും മഖാമാത്തെല്ലാം തീരും. അപ്പൊ നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്ത് ചെയ്തുകൂടാന്നുള്ള മുറാദെല്ലാം എന്താക്കും? ഇൽമ കൊണ്ട് തിരിയുമ്പോൾ വൽ അമലു യുഈനു അല തലബി, രണ്ടാമത്തെ ഘട്ടം തലബിന്റെ മേൽ അറിയിക്കും. വൽ മൗഹിബത്തു തുബ്ലിഗു ഗായത്തൽ അമൽ ഇൻതഹ നഖലഹു ഫിൽ ഖിർതാസ്. ഇത് സുഹറവർദി ഇമാമിന്റെ കലാം ഖിർതാസിൽ നഖൽ ചെയ്തതാണ് ഇപ്പോൾ പറഞ്ഞത്. സുഹറവർദി ഇമാം അവാരിഫിൽ ഓതിയെന്ന്. وقال بعض الأئمة പറയുന്നു إنما التصوف علم الحال لا علم المقال. ഹാലിന്റെ ഇൽമാണ്, മക്കാലിന്റെ ഇൽമ തന്നെ. വായു ഉണ്ടെങ്കിൽ ചെറുപറയെ പറയാൻ കഴിയുന്നത് മക്കാലിന്റെ ഇൽമ, അതൊന്നുമല്ല ഇത്. വഹുവ അൻ യതഹല്ല, ഇത് ഇൽമുൽ ഹാൽ എന്ന് പറഞ്ഞാൽ എന്താ? അൻ യതഹല്ല ബിമഹാസിനിൽ അഖ്ലാഖി അല്ലതി വറദത് ബിഹാ സുനനുൻ നബവിയ്യ. നബവിയായ സുന്നത്തുകൾ വാരിതായിരിക്കുന്ന എന്തെല്ലാം മഹാസിനുൽ അഖ്ലാഖുണ്ടോ അതുകൊണ്ടെല്ലാം ഇവരെന്താകണം? മാഹലും ബാത്തിലും അനയിക്കപ്പെടണം. ഇതാണ് ഇത് ഇൽമുൽ ഹാൽ എന്ന് പറഞ്ഞ സാധനം. നബവിയായില്ല, അപ്പൊ ഷമായിലും മറ്റും ഇത്തിബായിൽ പറയപ്പെട്ടതെല്ലാം. ولهذا قالوا التصوف ارتكاب كل خلق سني واجتناب كل خلق دني. മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. മോശമായി പറയപ്പെടുന്ന എല്ലാ ഹുലുക്കിൽ നിന്നും മോചിതനായി സനിയായ ഹുലുക്കിലേക്കുള്ള പ്രവേശനം എന്ന് വന്നതിലൂടെ അതിന്റെ വ്യാഖ്യാനം കൊടുത്തു. അലാ തറ അന്ന ബഅദഹും ഇംതനഅ അൻ അക്ലിൽ ബിത്തീഖി. എത്ര വരെ ചില മഹാന്മാര് ബത്തക്ക തിന്നലിനെ തൊട്ട് തടഞ്ഞു.
എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വത്തക്ക മുറിച്ചത് എങ്ങനെയാണ്, തിന്നത് എങ്ങനെയാണെന്ന കൈഫിയത്ത് റുബൂത്താവാത്തത് കൊണ്ട് വത്തക്കേ തിന്നതില്ല. അത് ഇത്തിബാന്റെ കൈഫിയത്തില്ല. വത്തക്ക തിന്നൽ ഇബാദത്താ ആദത്താ? അപ്പൊ ആദത്തിൽ പണ്ടാന്നോ ഈ പറഞ്ഞോനോ അസുഖമാക്കിയതിഹി. പക്ഷെ തിന്നിട്ടുണ്ട് എന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത അതൊരു കിതാബിന്റെ പേര്. وقال الجنيد بن محمد رضي الله عنه ما أخذنا التصوف عن القيل والقال. قيلയും കാലിയും പറഞ്ഞുകൊണ്ടുന്ന തസവ്വുഫ് ചർച്ച ചെയ്തിട്ടല്ല കിട്ടിയിട്ടുണ്ട്. കാലഫുല വക്കീല ഫില അങ്ങനെ ഉണ്ട്. പോലെ പിന്നെ കുറെ കഥകൾ, കുറെ യക്ഷി കഥകൾ, അതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വലാകിൻ കിട്ടിയതങ്ങനെ അനിൽ ജൂഇ വസ്സഹരി വതർക്കി ദുനിയാ. ഒന്ന് നല്ല വിശപ്പ് സഹിച്ചിട്ടുണ്ട്, രണ്ട് കുറെ ഉറക്കൊഴിച്ചിട്ടുണ്ട്, ദുനിയാവിനെ ഒഴിവാക്കിയിട്ടുണ്ട്. വഖത്ഉൽ മഅ്ലൂഫാതി വൽ മുസ്തഹസനാത്ത്, നഫ്സിന് നന്നായി തോന്നുന്നതും അടങ്ങിച്ചേരുന്നതുമായ കാര്യങ്ങളെല്ലാം എന്താക്കി വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെല്ലാം നേടിയതാണ്. വക്കാല മാങ്ങുല്ലാരിപ്പം ഒന്നില്ലേ എന്നത് ഉറക്കുന്ന കണ്ണു വേണോ, വലിയ തടി തടി. അതെ, അത് മറ്റൊന്ന് അയ്യോഹല്ലാശിക്കൂല് പാട് കഴിഞ്ഞതാ. ജസദും മുളനൻ വറൂഹുൻ ലില്ലന വജഫൂനുൻ ലാ തദൂഖുൽ വാസന. ഇവിടത്തേക്ക് വരണ ഒന്ന് വിശക്കാൻ തയ്യാറുള്ള വയറ് വേണം, വലിയാൻ തയ്യാറുള്ള തടി വേണം, ഉറക്കൊയ്യുന്ന കണ്ണുകൾ വേണം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ വരണ്ടുള്ളുന്ന. وقال بعض العارفين رضي الله عنهم التصوف كله مجموع في قول الشيخ عمر بن عبد الله باء مخرم رضي الله عنه. രണ്ട് വരി ബൈത്തിൽ ഒതുക്കിയെന്നാണ് തസവ്വുഫ് കംപ്ലീറ്റ്. എന്താണത്? അഖിൽ മഇയ്യത ഹഖ്ഖഹ വൽസം ലഹു ഹുസ്നൽ അദബ് വഅലം ബിഅന്നക അബ്ദുഹു ഫീ കുല്ലി ഹാലിൻ വഹുവ റബ്ബ്. നേരത്തെ പറഞ്ഞെല്ലാം തന്നെ നീ അബ്ദാണ് എന്നുള്ള വിഷയം. അപ്പൊ അബ്ദിന്റെ മുക്കാബില രണ്ട് റബ്ബുണ്ട്, മറ്റോ റബ്ബാണ് തീരുമാനിച്ചത്. എന്നിട്ടോ ഏതൊരവസരത്തിലും ആ റബ്ബും അബ്ദും തമ്മിൽ എപ്പം ബന്ധപ്പെട്ടല്ലേ കഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴെന്താക്കണം? ഹുസ്നുൽ അദബിനെ ലാസിമാക്കണം. റബ്ബിനോട് എങ്ങനെ പെരുമാറേണ്ടത്? ആ ഹുസ്നുൽ അദബ്. അത് വൽസം ലഹു ഹുസ്നുൽ അദബ്. ആത്തിൽ മഇയ്യത ഹഖ്ഖഹ, അല്ലാഹുവിനോടുള്ള മഇയ്യത്തിന്റെ ഹക്ക് കൊടുക്കണം. എന്നിട്ടോ ഹുസ്നുൽ അദബ് ലാസിമാക്കണം. നീ അബ്ദാണ്, മറ്റോന് റബ്ബു ആണ് എന്നുള്ള വിശ്വാസത്തിലും കുറച്ചിരുന്നു. كان الشيخ العارف بالله عمر بن عبد الله باء مخرم رضي الله عنه عمر البيت العلماء ആരായിരുന്നു? കസീറൽ മുത്വാലഅത്തി ലിസാനത്തുൽ ഖുശൈരിയ്യ. ലിസാനത്തുൽ ഖുശൈരിയ്യ ധാരാളമായി മുതാല ചെയ്യുന്ന ആളായിരുന്നു. മഷ്ഹൂറായ കിതാബല്ലേ ഇവിടുന്ന് ഓതിയ ലിസാനത്തുൽ ഖുശൈരിയ്യ. കേൾക്കാൻ പോലും തൗഫീഖില്ലാത്ത കാലത്ത് മുഴുവൻ ഓതാൻ തൗഫീഖുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ല. എന്നിട്ടോ സുമ്മസ്തഖല അൻഹാ, പിന്നെ അത് വിട്ടിട്ട് മൂപ്പർ ഷുഗലാബി ദീവാൻ ഇബ്നുൽ ഫാദിൽ റളിയല്ലാഹു അൻഹുവിന്റെ 10 കിതാബ്. മൂപ്പർ അല്ലാഹുവിനോട് ആശിക്കായ ആളാണ്. ഹബ്ബക്കാന്ന് പറഞ്ഞില്ലേ, റബ്ബമൻ യുഹിബ്ബുക. വറഅൽ ഇമാമൽ ഖുശൈരിയ്യ മനാമൻ, അപ്പൊ ഖുശൈരി ഇമാമിനെ മനാമിൽ കണ്ടു. മൂപ്പർ കിതാബ് തൽക്കാലം കൊണ്ടുപോയല്ല. ഫഖാല ലഹു, എന്നിട്ട് പറഞ്ഞു അസ്ദിഖ് ഫീ ഹാദൽ കിതാബ്, സിർറ് മുഴുവനും ഈ കിതാബിലാണ്. വസിർറു ഹാദൽ കിതാബ് ഫീ ഹാദ സത്രി, ഈ വരിയിലാണ് എന്ന് കാണിച്ചു. ഒരു കിതാബും ഒരു കിതാബിന്റെ വരിയിൽ തൊട്ട് കാണിച്ചു. സിർറുള്ളത് ഈ കിതാബിലാണ്, ആ കിതാബിൽ ഇത്രാമത്തെ വരിയിലാണ് പറയട്ടെ. നോക്കുമ്പോ അതെന്താ? സുഇല ബനാനുൽ ജമാല് അൻ അജല്ലി അഹ്വാലി സൂഫിയ്യ, ആ കിതാബിലുള്ളതാ പറയുന്നത്. സൂഫിയാക്കൾ അഹ്വാലിൽ നിന്ന് ഏറ്റവും മേത്രമായത് എന്താണെന്ന് ബനാനുൽ ജമാലിനോട് ചോദിച്ചു. فقال الثقة بالمضمون والقيام بالأوامر ومراعاة السر والتخلي عن الكونين. ഇന്ന് 3 കാര്യം എണ്ണി കൊടുത്തു. 3 4 الثقة بالمضمون,
അള്ളാഹു താല നമാസ് എന്ന സാധനം എന്താ ഡിസ്ക് തരാം. അതുകൊണ്ട് മനസ്സിളകാതെ കൊണ്ട് ഉറച്ചിരിക്കുക. 2, നിന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം മുറക്ക് ടൈം തെറ്റാതെ സമയം തെറ്റാതെ ഒന്നും പാകപ്പെടമില്ലാതെ നിന്നു പോകുക. സിദ്ധിനെ മുറാഹത്ത് ചെയ്യുക. സിദ്ധത കൽബിന്റെ ഉള്ളിൻ്റെ ഉള്ളാണ്. എന്നിട്ടോ കൗനേനേതാന്ന് ദുഞ്ഞാവും ആഹ്റവും അതിനുണ്ടൊരു വിട്ടേ അതിൻ്റെ കാലത്തായി അതേ വേണ്ടു. ഇതിലാണ് കാല ശേഖ് ഉമർ പറയുന്നതിനകത്ത് ഞാൻ എത്തിപ്പോയി, ഉറക്കത്തിൽ എത്തി. പൈതൽ കിതാബ് ഫിയദി. അപ്പൊ ഹുസൈൻ ഇമാമ കാണിച്ചു തന്ന കിതാബും എൻ്റെ കയ്യിലുണ്ട്. വോയിസ് ബൈ അലാസ്റ്റത്തിൽ എൻ്റെ വിരലാണെങ്കിൽ പരിമലുണ്ട് കേട്ടാ. എന്നിട്ടോ ആ കിതാബ് ആ കിതാബ് എൻ്റെ ഖൽവത്തിൽ പള്ളിയിലുണ്ട്, അത് കൂട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. ആരും വിട്ടുകൊടുത്തിട്ടില്ല. പേരും പറഞ്ഞിട്ടുണ്ട്. ഒരു കിതാബ് കാണിച്ചാൽ മതി. ഈ കിതാബിൽ ആ സിറിലുള്ള ഇത്രാമത്തെ വരിയില്ലാന്ന് ഇങ്ങനെ തൊട്ട് കാണിച്ചത് എണീച്ച് നോക്കുമ്പോൾ ഇവ തന്നെ ഉണ്ട്. നോക്കോ, നമുക്ക് നോക്കാല്ല, ഇത് ബാധ്യല്ല. അതെല്ലാം അല്ല ഇങ്ങനെ എളുപ്പമാക്കി തന്നിട്ടുണ്ടല്ലോ. അതിങ്ങനെ നോക്കാത്ത കുറവല്ലേ. ഇനി അല്ല കണക്കാക്കിയിട്ടാന്ന് പറയട്ടെ, കണക്കാക്കി ചെയ്യുന്ന ഓവറായി എന്നിട്ട് അല്ല കണക്കാക്കിയിട്ടാണ് തോഫിക്ക് വേണ്ടപ്പോൾ അല്ല തോഫിക്കായിട്ടാണ് തന്ന തോഫിക്ക് ഉണ്ടാക്കിന് എന്തിൻ്റെ കുറവാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ പറയുന്നുണ്ട്, പണ്ട് ഇത് കിതാബ് അന്വേഷിച്ചാൽ മിസറിലുണ്ട് എന്നിട്ട് 10 കൊല്ലം കാത്തു നിന്നാലുണ്ടാകുമ്പോൾ ആരോ മിസറിന് കൊണ്ടുവന്നിട്ട് അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് തൊടാൻ കഴിയാണ്ട് പോകും. എന്ന് ഒരൊറ്റ മാട്ടനാവർത്തന താമസം പൊന്നെന്ന് വേണ്ട, പൂ മാത്രം മതി. പൊൻപയക്കുന പണ്ട്, ഇപ്പൊ നൂന് വേണ്ട, പൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കി കിതാബിലേക്ക് എത്തി. ഇതിൽ പറഞ്ഞാൽ അല്ലൊന്നും തന്നില്ല, അല്ല ഒപ്പിക്കുന്നില്ല. സാഗരത് അള്ളാന്റെ പേര് അത്ര ഉണ്ടപ്പോൾ ചാടാ അല്ല കണക്കാക്കിയില്ല. ഞങ്ങൾക്കിരിക്കാനുണ്ട് അല്ലാതെ കഥാകഥന്റെ മുകളിൽ ഇതാക്കിയിട്ട് പിന്നെ വീടിന് കുതിര കണ്ടെത്താൻ ഒപ്പിച്ചെത്താന്ന് പറഞ്ഞ എന്തിനാ? അതാ കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ